ഒരു വ്യക്തിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുദീർഘമായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ ശരീരം, അത് യാത്രയുടെ ക്ഷീണം, അതിൻ്റെ അടയാളങ്ങളുണ്ട്. വസ്ത്രം പൊടി പുരണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ തലമുടിയെല്ലാം ജടകുത്തിയിരിക്കുന്നു യാത്രയുടെ ദൈർഘ്യം കൊണ്ട്. യമുദ്ദു യദൈഹി ഇലസ്സമാ, തൻ്റെ 2 കൈകളും ആകാശത്തേക്ക് നീട്ടിയിട്ട് ആ വ്യക്തി പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ്, എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക, വമത്അമുഹു ഹറാം, അയാളുടെ ഭക്ഷണം ഹറാമാണ്, വമശ്റബുഹു ഹറാം, കുടിക്കുന്നത് ഹറാമാണ്, വമൽബസുഹു ഹറാം, ധരിച്ച വസ്ത്രം ഹറാമാണ്, വഗുദിയ ബിൽ ഹറാം, അയാൾ വളരുന്നത് തന്നെ ഹറാമിലാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? നോക്കൂ നിങ്ങൾ, ആ വ്യക്തി സമ്പാദിക്കുന്നത് ഹറാമായ മാർഗത്തിലൂടെയാണ്, വളരുന്നത് ഹറാമായ മാർഗത്തിലൂടെയാണ്, കച്ചവടം ഹറാമാണ്, ജോലി ഹറാമാണ്, ചെയ്യുന്നത് ഹറാമാണ്. പിന്നെ ആകാശത്തേക്ക് കൈകൾ നീട്ടി, അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു അടയാളമാണ്. യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിച്ചു, അതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. അതേപോലെ തന്നെ യാത്രക്കാരനാണ്, ഏറെ ക്ഷീണിതനാണ്, എന്നിട്ടും അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല. എന്തുകൊണ്ട്? ഹറാമിലാണ് വളരുന്നത്. കുടിക്കുന്നതും തിന്നുന്നതും ധരിക്കുന്നതും എല്ലാം ഹറാം, പിന്നെ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അതുകൊണ്ട് ഹറാമിലായിക്കൊണ്ടിരിക്കെ ഒരാൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടുകയില്ല. പല ആളുകളും പറയുന്നൊരു കാര്യമാണ്, ഒരുപാട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹു എന്താണ് എന്നെ പരിഗണിക്കാത്തത്? സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നമ്മൾ പരിഗണിച്ചോ? അതാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലീ വൽയുഅ്മിനൂ ബി. എന്നോട് ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും, പക്ഷേ അവർ എൻ്റെ ആഹ്വാനം സ്വീകരിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യണം. അതാണ് കണ്ടീഷൻ. അവിടെ ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കുകയും വേണം, തൗഹീദും വേണം, അമലുസ്സാലിഹാത്തുകളും വേണം. ഇല്ല എങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുക? അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാറിനെ മുന്തിക്കണം എന്ന് പറഞ്ഞത്. ഹറാമിലായിക്കൊണ്ടിരിക്കെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുകയില്ല. പലരും ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയുന്നു. സ്വന്തം ജീവിതത്തെ ഒന്ന് വിലയിരുത്തി നോക്കുക. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണമാണത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ മുന്തിപ്പിക്കണം, തൗബയെ മുന്തിപ്പിക്കണം. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറഞ്ഞാലേ ഉത്തരം കിട്ടുകയുള്ളൂ. മാത്രമല്ല, അത് താൽക്കാലികമായി അള്ളാഹുവിനെ അങ്ങ് പറ്റിച്ചു കളയാം എന്നുള്ള നിലക്കുള്ള നാവുകൊണ്ടുള്ള ഒരു ഇസ്തിഗ്ഫാർ ആയിരിക്കരുത്, നാവുകൊണ്ടുള്ള ഒരു തൗബയായിരിക്കരുത്. മറിച്ച് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ തീർച്ചയായും അത്തരം ആളുകളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. അതുകൊണ്ട് ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ദുആ ചെയ്യുമ്പോൾ നാം അതിന് അർഹരാണോ എന്നുള്ള ഒരു പരിശോധന വിശ്വാസികളെ നാം ഓരോരുത്തരും നിർവഹിക്കേണ്ടതുണ്ട്. ഇതാണ്